തൊണ്ടിമുതൽ തിരിമറി കേസ് ആന്റണി രാജുവിന് ഇന്ന് നിർണായകം. തൊണ്ടിമുതൽ തിരിമറി കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിന്റെ അപ്പീൽ ഇന്ന് കോടതി പരിഗണിക്കും. നെടുമങ്ങാട് ജുഡീഷ്യൽ 1ാം ക്ലാസ് കോടതി ആന്റണി രാജുവിനെ ശിക്ഷിച്ചിരുന്നു. ഈ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയ അപ്പീലാണ് ഇന്ന് പരിഗണിക്കുന്നത്. ലഹരി കേസിലെ പ്രതിയായ വിദേശിയെ രക്ഷിക്കാനായി തൊണ്ടി മുതലായ അടിവസ്ത്രം മുറിച്ചും മാറ്റം വരുത്തിയും തെളിവ് നശിപ്പിച്ചു എന്നതാണ് ആന്റണി രാജുവിനെതിരെയുള്ള കേസ്. കേസ് നടന്ന കാലയളവിൽ അദ്ദേഹം അഭിഭാഷകനായിരുന്നു. ചടങ്ങുകളില്ലാതെ ഗൃഹപ്രവേശം. അധികാരമേറ്റ 38ാം ദിവസം മുഖ്യമന്ത്രിയും കുടുംബവും ക്ലിഫ് ഹൌസിൽ. ഇന്ന് രാവിലെയാണ് വി ഡി സതീശൻ കുടുംബസമേതം ക്ലിഫ് ഹൌസിലേക്ക് മാറിയത്. ചടങ്ങുകളില്ലാതെയായിരുന്നു ഗൃഹപ്രവേശം. പാലുകാച്ചൽ ചടങ്ങ് മാത്രമാണ് ഉണ്ടായത്. അറ്റകുറ്റപ്പണികളും നവീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കാത്തതിനാലാണ് ഗൃഹപ്രവേശം വൈകിയത്. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൌസിലാണ് മുഖ്യമന്ത്രി ഇന്നലെ വരെ താമസിച്ചിരുന്നത്. കണ്ടോൺമെന്റ് ഹൌസ് വിട്ടുകിട്ടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് താമസം ക്ലിഫ് ഹൌസിലേക്ക് മാറ്റാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത്. അധികാരത്തിലെത്തി 1 മാസം കഴിയുമ്പോഴാണ് വീട് മാറുന്നത്. 10ാം ക്ലാസ്സുകാരന്റെ വാട്ടർ ബോട്ടിലിൽ ചാരായം നൽകിയത് സഹപാഠി. 2 വിദ്യാർത്ഥികൾ മദ്യം ഉപയോഗിക്കുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്ന് അധ്യാപകർ നടത്തിയ പരിശോധനയിൽ വാട്ടർ ബോട്ടിലിൽ വാറ്റുചാരായം കണ്ടെത്തുകയായിരുന്നു. കുട്ടിയെ ചോദ്യം ചെയ്തതിൽ നിന്നും സഹപാഠിയായ വിദ്യാർത്ഥി എത്തിച്ചു നൽകിയതാണ് എന്ന വിവരം ലഭിച്ചു. പല കുട്ടികൾക്കും ഇത്തരത്തിൽ വാറ്റുചാരായം പതിവായി വിദ്യാർത്ഥി എത്തിച്ചു കൊടുക്കുന്നുണ്ടെന്ന് വ്യക്തമായതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ വിവരം താമരശ്ശേരി പോലീസിനെ അറിയിച്ചു. താമരശ്ശേരി പോലീസ് കട്ടിപ്പാറ പഞ്ചായത്തിലെ ചമൽ പൂവൽമലയിൽ നടത്തിയ പരിശോധനയിൽ വിദ്യാർത്ഥിയുടെ വീടിന് സമീപത്തെ തോട്ടത്തിൽ ചാക്കിൽ കെട്ടിവെച്ച നിലയിൽ 56 കുപ്പി വാറ്റുചാരായം കണ്ടെടുത്തു. 2 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി. എന്നാൽ കേസിൽ പ്രതിയായ വിദ്യാർത്ഥിയുടെ 2ാം അച്ഛനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി. വിമർശനവുമായി ദേശാഭിമാനി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച നടപടിയിൽ സർക്കാരിനെതിരെ വിമർശനം കടുപ്പിച്ച LDF. തീരുമാനം UDFന് വിട്ട മുഖ്യമന്ത്രിയുടെ നടപടി ജനങ്ങളെ വിഡ്ഢികളാക്കാനാണെന്ന് CPIM മുഖപത്രം ദേശാഭിമാനി. മദ്യലോബിയുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തെളിവെന്ന ദേശാഭിമാനി എഡിറ്റോറിയൽ വിമർശനം. മുസ്ലിം ലീഗ് അഴിമതിക്ക് കുടപിടിക്കുന്നെന്നും ആരോപണം. മാസപ്പടി കേസ് 2ാം ഘട്ട ചോദ്യം ചെയ്യലിനൊരുങ്ങി ED. മാസപ്പടി കേസിൽ ചോദ്യം ചെയ്യലിന്റെ നിർണായകമായ 2ാം ഘട്ടത്തിലേക്ക് കടക്കാനൊരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL എക്സാലോജി കേസിൽ തുടരന്വേഷണമാവാമെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണ, CMRL MD ശരൺ കർത്ത ഉൾപ്പെടെ പ്രതിപട്ടികയിലുള്ള 8 പേരെയാണ് ED സമൻസ് അയച്ച് വിളിപ്പിച്ചത്. ഇതിൽ ഓരോരുത്തരെയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് വിട്ടയച്ചതിന് പിന്നാലെയാണ് ED ചോദ്യം ചെയ്യലിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കാനൊരുങ്ങുന്നത്. ഇതിന്റെ തുടക്കമെന്നോണം ടി വീണയെ ED തിങ്കളാഴ്ച വീണ്ടും ചോദ്യം ചെയ്യും. PMLA കോടതി വഴി SFIOയിൽ നിന്ന് 134 സുപ്രധാന രേഖകൾ കൂടി ലഭിച്ചതോടെ ചോദ്യം ചെയ്യലിന്റെ 2ാം ഘട്ടം കടുപ്പിക്കാനാണ് EDയുടെ നീക്കം.